ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ആത്മാവ് ഉണ്ടോ ഇല്ലയോ? ഗുരു ആ സമയത്ത് ശിഷ്യന് ഒരു കപ്പ് ചായ നൽകി. ശിഷ്യനോട് പറഞ്ഞു, നീ ഈ ചായ കുടിക്കുക. ശിഷ്യൻ ചായ കുടിച്ചു. ആ സമയത്ത് ഗുരു ശിഷ്യനോട് ചോദിച്ചു, ചായക്ക് ചൂടുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ചൂടുണ്ട്. അതിന് മധുരമുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, മധുരമുണ്ട്. ഗുരു ചോദിച്ചു, ചായക്ക് രുചിയുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ചായക്ക് രുചിയുണ്ട്. ചായയുടെ രുചിയും ആ ചൂടും മധുരവും നീ പുസ്തകങ്ങളിൽ വായിച്ചിട്ടാണോ അറിഞ്ഞത്? അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തിയിട്ടാണോ അറിഞ്ഞത്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ ചായ കുടിച്ചിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഗുരു പറഞ്ഞു, ആത്മാവിൻ്റെ സാന്നിധ്യം അറിയണമെങ്കിൽ അനുഭവതലത്തിലൂടെ കടന്നു പോകണം. പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ വാദപ്രതിവാദം നടത്തിക്കൊണ്ടോ അതിനെ അറിയാൻ കഴിയില്ലേ? അതിനെ അറിയണമെങ്കിൽ അതിനെ അനുഭവിക്കണം. ആ അനുഭവ തലത്തിലൂടെ കടന്നു പോകാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നമ്മൾ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും അനുകമ്പയുടെയും അലിവിൻ്റെയും കനിവിൻ്റെയും നിറവിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ അലിയുമ്പോൾ അവിടെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഒന്നിനെയും ഒരാൾ വേദനിപ്പിക്കാതിരിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഒന്നിനെ വേദനിപ്പിക്കാതിരിക്കുമ്പോൾ മനസ്സ് അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞ് ഇരിക്കലിൽ സർവ്വ ജീവജാലങ്ങളുമായിട്ട് ഒരു ഒന്നാവലുണ്ട്. അവിടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ ഒരാളുടെ ഉള്ളിൽ സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ അയാൾ മൗനത്തിലല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. അതേസമയത്ത് സ്വാർത്ഥത ഇല്ലാതിരിക്കുമ്പോൾ മൗനത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുമ്പോൾ അതിലലിയുമ്പോൾ അയാൾക്കറിയാൻ കഴിയുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ വായിച്ചിട്ട് അറിയേണ്ട ഒന്നല്ല, വാദപ്രതിവാദം നടത്തി അറിയേണ്ട ഒന്നല്ല. അത് ഒരനുഭവമാണെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത്, ഒന്നിനെയും നമ്മൾ പിടിച്ചു വയ്ക്കരുത്. പിടിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാകും. ഭയമുണ്ടാകുമ്പോൾ ശാന്തത നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതേപോലെ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത നിറയുമ്പോൾ അവിടെയും നമ്മൾ ഒന്നിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നിനോട് ഒട്ടലുണ്ട്. ആ ഒന്നിനോടുള്ള ഒട്ടലെന്ന് പറയുമ്പോൾ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുടെയും ഒട്ടലാണ്. അതുണ്ടാവുന്നത് നമ്മൾ സ്വാർത്ഥരായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. ഇനി സ്വാർത്ഥതയിലൂടെ നമ്മൾ എന്ത് നേടിയാലും അത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സന്തോഷം നൽകില്ലേ? ഇനി നമ്മൾ നേടാൻ വേണ്ടിയിട്ടുള്ള ആ പ്രവൃത്തിയിലും നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് ശൂന്യമായ കൈയോടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതും ശൂന്യമായ കൈയോടെയാണ്. ഒന്നിൻ്റെയും ഭാരം നമ്മൾ എടുത്ത് ഉള്ളിൽ വെക്കരുത്. സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ എല്ലാത്തിൻ്റെയും ഭാരം നമ്മൾ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്.
ആ സമയത്ത് നമുക്ക് അധികാരമുണ്ടാകുമ്പോൾ അധികാരം പോലും നമുക്ക് ഭാരമായിട്ട് മാറും. അധികാരം ഒരാളിൽ ഉണ്ടാകുമ്പോൾ അയാളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം, അയാളുടെ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളെ അയാൾ തണുപ്പിക്കണം. ആ തണുപ്പിക്കുന്നതാണ് യഥാർത്ഥ അധികാരം. അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള കരുണ, സ്നേഹം, ദയ, അനുകമ്പ, അലിവ്, കനിവ് എല്ലാം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അയാൾക്കൊപ്പമുള്ള ആളുകൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും. അയാളുടെ കാരുണയും സ്നേഹവും ചെറിയ വൃത്തത്തിനകത്ത് ഒതുക്കി അയാൾ നിർത്തുന്നില്ല. കാരുണ്യത്തിനും സ്നേഹത്തിനും ദയയ്ക്കും അനുകമ്പയ്ക്കും കനിവിനും അലിവിനും ഒരു വൃത്തത്തിനകത്ത് ഒതുങ്ങാൻ കഴിയില്ല. അത് ആകാശം പോലെ വിശാലമാണ്. അപ്പോഴൊരാൾ അങ്ങനെ ജീവിക്കുമ്പോൾ ആകാശത്തിൻ്റെ വിശാലതയാണ് അയാളുടെ ഉള്ളിൽ നിറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ആകാശത്തെ പോലെ ജീവിക്കാൻ സാധിക്കും. അയാളുടെ ജീവിതം ഒരു പുഴയുടെ ഒഴുക്ക് പോലെയാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തത് നമ്മൾ ശരീരത്തിൻ്റെ തലത്തിൽ നിന്നും മനസ്സിൻ്റെ തലത്തിൽ നിന്നുമാണ് നമ്മളെ കാണുന്നത്, നമുക്ക് ചുറ്റുമുള്ളതിനെയും കാണുന്നത്. അതിന് പരിമിതികളുണ്ട്. ഒന്നുകിൽ മനസ്സിനെ വിശാലമാക്കണം. മനസ്സിനെ വിശാലമാക്കുമ്പോൾ എല്ലാത്തിനെയും അവിടെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും, അവസ്ഥകൾ എന്ത് തന്നെയായാലും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ ദുഃഖത്തിന് കടന്നു വരാൻ കഴിയില്ലേ? ഇനി അഥവാ ദുഃഖം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വിശാലമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ അതിനെ നമുക്ക് തണുപ്പിക്കാൻ സാധിക്കും. എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് ഒരാൾ ആ സാന്നിധ്യത്തിൽ ജീവിക്കുന്നത്. നമ്മൾ കണ്ണാടിയിൽ മുഖം കാണുന്നുണ്ട്. മുഖം കാണുമ്പോൾ കണ്ണാടി പൊട്ടിയാലും മുഖം പൊട്ടുന്നില്ല. അതേപോലെ നമ്മുടെ ശരീരം ഇല്ലാതായാലും ആത്മാവിൻ്റെ സാന്നിധ്യം എന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ തിരിച്ചറിവിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടത്. ആ പാകപ്പെടുത്തലിൽ ജീവിതം ഭാരമാവില്ല. ജീവിതം നമുക്ക് സ്നേഹമായിട്ട് മാറും, ശാന്തത നിറഞ്ഞതായിട്ട് മാറും. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ ലോകത്ത് സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കും. സ്നേഹം പകർന്നും ജീവിക്കണമെങ്കിൽ സ്നേഹത്തിൽ നമ്മൾ അലിയണം. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും അലിവിൻ്റെയും കനിവിൻ്റെയും നിറവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ അതായിട്ട് മാറണം. നമ്മൾ സ്നേഹമായിട്ടും കനിവായിട്ടും ദയയായിട്ടും കരുണയായിട്ടും മാറണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പ്രകൃതത്തിൽ വിശ്രമിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് ശാന്തിയാണ്, തൃപ്തിയാണ്, ദയയാണ്, സ്വാതന്ത്ര്യമാണ്. അതിൽ വിശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോഴാണ് ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ശാന്തത ഉണ്ട്. ഈ ശാന്തതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് അസ്വസ്ഥമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നത് കൊണ്ടാണ്. അതേ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. ആഗ്രഹങ്ങൾ സന്തോഷത്തെ വാഗ്ദാനം ചെയ്യും, പക്ഷെ അതിൽ സന്തോഷം ഇല്ല. ആഗ്രഹങ്ങൾക്ക് പകരം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തൃപ്തിയാണ്.
ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും, ഏതവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ നമുക്ക് ജീവിക്കാനാവണം. തൃപ്തിയോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിച്ച എല്ലാത്തിനോടുമുള്ള നിറഞ്ഞ നന്ദി ഉണ്ടാവും. ശ്വസിക്കാൻ കിട്ടിയ വായുവിനോട്, കുടിക്കാൻ കിട്ടിയ ജലത്തോട്, കഴിക്കാൻ കിട്ടിയ ആഹാരത്തോട്, ഉടുക്കാൻ കിട്ടിയ വസ്ത്രത്തോട്, കിടക്കാൻ കിട്ടിയ ഇടത്തോടും, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടുമുള്ള ആ ഒരു നിറഞ്ഞ നന്ദി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവിടെ മനസ്സിന് വികാസമുണ്ട്. ആ മനസ്സ് വലിയ മനസ്സാണ്. ആ വലിയ മനസ്സിലൊരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ശാന്തത അയാൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അയാളുടെ ശ്വാസം പോലെ, അയാളുടെ വായു പോലെ. അതേപോലെ നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ബന്ധനങ്ങളിൽ കുടുങ്ങുന്നത് കൊണ്ടാണ്. ആരോ എപ്പോഴോ പറഞ്ഞ വാക്ക്, എപ്പോഴോ ചെയ്ത പ്രവൃത്തി, നമ്മളോട് കാട്ടിയ അനീതി, നമുക്ക് കിട്ടിയ അപമാനം, ഇതെല്ലാം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാം നമുക്ക് വിടാൻ കഴിയണം. ഒന്നിനെയും നമ്മൾ പിടിച്ചു വയ്ക്കരുത്. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഈ ദിവസം ഇന്ന് നമ്മുടെ മുന്നിലില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദിവസത്തോടും ഓരോ നിമിഷത്തോടും ആത്മാർത്ഥത കാണിക്കുക. ആ ദിവസവും ആ നിമിഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് വരില്ല എന്ന് അറിഞ്ഞിട്ട് ആ ഒരു നിമിഷത്തിൽ കരുണയോടെ, സ്നേഹത്തോടെ, ദയയോടെ, കനിവോടെ, അലിവോടെ ഈ ലോകത്ത് ജീവിക്കുക. അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. അതേപോലെ ദയയാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതം. നമ്മൾ ദയയിലായിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ, ലാളിത്യത്തോടെ ഈ ലോകത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദയ നമ്മുടെ യഥാർത്ഥ പ്രകൃതമാണെന്ന് അറിഞ്ഞിട്ടും ദയാപ്രവൃത്തികൾ നിരന്തരം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഇനി അഥവാ ആർക്കെങ്കിലും ദയാപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും നമുക്ക് പറയണം. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചത്. ആ സമയത്തും നമ്മൾ ഒന്നിനോട് ഒട്ടുന്നുണ്ട്. അപ്പോഴും നമുക്ക് പരമമായിട്ടുള്ള ആ ഒരു ശാന്തിയോ സ്വാതന്ത്ര്യമോ അനുഭവിക്കാൻ കഴിയില്ലേ. നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു നിമിഷത്തോട് ആത്മാർത്ഥത കാണിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. വരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഈ നിമിഷം മാത്രമാണ് നമ്മുടേതായിട്ട് നമുക്ക് ഉള്ളത്. അപ്പം ആ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ രൂപപ്പെടുത്തി ജീവിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. നമ്മൾ സമാധാനപ്പെടുമ്പോൾ, നമ്മൾ ശാന്തതയിലായിരിക്കുമ്പോൾ നമുക്കൊപ്പമുള്ള ആളുകൾക്കും ഈ സമാധാനവും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കും. സർവ്വ ജീവജാലങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്ത് ജീവിച്ചത് കൊണ്ടാണ്, ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും ആ സ്നേഹവും കരുണയും ദയയും അലിവും കനിവും എല്ലാം നിലനിൽക്കുന്നത്. അതുപോലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നമുക്കായിട്ട് രൂപപ്പെടുത്തേണ്ടത്. ആ രൂപപ്പെടുത്താനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അതിന് വലുതായിട്ടുള്ള അധ്വാനമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു അധ്വാനം മാത്രം മതി. ഒരു ദിവസം നമ്മൾ ഉണരുന്നതിന് മുമ്പ്, ഉണരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. ഉള്ളു പറയണം, ഈ ഒരു ദിവസം ഞാൻ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കും. കനിവോടെ, കരുണയോടെ, സ്നേഹത്തോടെ, ദയയോടെ, അലിവോടെ, കനിവോടെ ജീവിക്കുമെന്നുള്ള ആ ഒരു പ്രതിജ്ഞ, ആ ഒരു ഉള്ളിൽ ഉറപ്പ് നമ്മളെടുത്തിട്ട് ആ ഒരു ദിവസം നമ്മൾ ജീവിക്കാനുള്ള ആ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നിട്ട് രാത്രി കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് സ്വസ്ഥമായി ശാന്തമായിട്ട് ഒരിടത്തിരുന്നിട്ട്
നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ദിവസം ഞാൻ രാവിലെ എൻ്റെ മനസ്സ് പറഞ്ഞതുപോലെ ജീവിച്ചോ? ഇനി അഥവാ ജീവിച്ചിട്ടില്ലെങ്കിൽ കുറ്റബോധം നമുക്ക് തോന്നണ്ട. ഒരു ബോധം ഉണ്ടായാൽ മതി. ശരി, നാളെയും ഞാൻ അതേപോലെ ജീവിക്കാം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല മനുഷ്യനാകാൻ സാധിക്കും. നല്ല മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മാറുന്നത്. അപ്പോഴാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു കലയാണ്. മറ്റേത് കലയേക്കാളും ആ ഒരു ജീവിതം മഹത്തരമാണെന്ന് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ